Hello, dear parents, students, and friends. I am Peter Manuel, retired principal from Rose Garden Higher Secondary School. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ അധ്യാപന കാലഘട്ടമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇന്നും ഒരു ദുഃഖമായി അവശേഷിക്കുന്നത് സപ്നയുടെ ദുരന്തമാണ്. She was a brilliant +2 student last year, but she is no more. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. You must be bothered about your carelessness and negligence. Not an advice, a truth. ഹലോ, ഗുഡ് മോർണിംഗ്. ഇല്ല, ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ. ഒന്ന് പോടാ. പിന്നെ എനിക്ക് വേറെ പണിയില്ലാണ്ടല്ലേ, എന്തിനാ അലാം വെക്കുന്നേ? കൂകി വിളിക്കാൻ നീയില്ലേ? നിനക്കതല്ലേ പണി? അട്ടർ ഫ്ലോപ്പ്. അങ്ങനെയുള്ള ഉടായ്പൊന്നും എനിക്ക് ഷെയർ ചെയ്യലേ എൻ്റെ പൊന്നു മോനെ. മമ്മിക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴാണ്ട് നോക്കിക്കോ. ഇല്ല, ഇന്ന് 1-2 പീരീഡ്സേ ക്ലാസ് ഉള്ളൂ. സ്കൂൾ ഡേ സെലിബ്രേഷൻ്റെ റിഹേഴ്സൽ. ബോറിംഗ്. യെസ്, ഐ ആം റെഡി. പക്ഷെ നേരത്തെ ആൾത്തിങ്ങ് എത്തിച്ചേക്കണം. ഡൺ. സപ്ന. ഓക്കെ ഓക്കെ. ആരാടി ഫോണില്? കാലത്തെ തുടങ്ങിക്കോളൂ. ആരാടി? ആ നമ്പർ മാറിയാരോ വിളിച്ചതാ. ഫോട്ടോസ് കാണാൻ നിൽക്കാതെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നത് നല്ലതാ. പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയാവാൻ നോക്ക്. ഡാഡി നിന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും. അയ്യോ, അത് വേണ്ട മമ്മി. എനിക്ക് ആ കഫേയിലൊന്ന് കയറണം. ഒരു പ്രോജക്റ്റിൻ്റെ ഫോട്ടോ കോപ്പി സ്പൈറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലേറ്റ് ആവും. ഹലോ. ആഹാ, ഇന്ന് വലിയ ഹാപ്പി ആണല്ലോ. ഏതോ മാർവാടിയുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒത്തുവരാൻ പോകുമ്പോഴേ പാട്ടൊക്കെ തുടങ്ങിയോ? എടി വണ്ടി, പടുപാട്ടൊന്നും പാടാനറിയാത്ത ഏതെങ്കിലും കഴുതയുണ്ടോ ഈ നാട്ടിൽ? ആ മാർവാടിയുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് ഇന്ന് സൈൻ ചെയ്യാൻ സാധിച്ചാൽ തൊട്ടടുത്ത നിമിഷം സെറ്റപ്പൊക്കെ അങ്ങ് മാറുക പൊന്നു മോള്. പെണ്ണൊരുത്തി വളർന്നു വരുവാണേ. കണ്ട ഡൂക്കളികളെ കൊണ്ടൊന്നും അവളെ കെട്ടിച്ചൂടാൻ വയ്യ. നീ കണ്ടോ, ഞാനിന്ന് കലക്കും. കലക്കിയാലും കൊള്ളാം, കോരിയാലും കൊള്ളാം. എൻ്റെ ഈ കമ്മലൊന്ന് മാറ്റണം. ഏറ്റേറ്റു. അല്ല, മോളെവിടെ? അതിനിയൊന്ന് വട്ടം ചുറ്റി വേഷം കെട്ടി വരാൻ കുറേ സമയം എടുക്കും. ഇടയ്ക്ക് നിങ്ങളെ സ്കൂളിലോട്ടൊന്ന് ചെല്ലട്ടോ. എന്താടി, അവള് കയറ് പൊട്ടിച്ചു തുടങ്ങിയ? ആദ്യമുള്ളത് എപ്പോഴും എനിക്കല്ലോ. കാലം മാറി പൊന്നു മോളെ. നീ അവളെ ഭരിക്കാനൊന്നും പോകണ്ട. ന്യൂട്രൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൊടുത്തു വല്ലതുമുണ്ടെങ്കിൽ അക്കാര്യം ഞാൻ ഏറ്റു. മോളുടെ പ്രായമല്ലേ, ജസ്റ്റ് ലീവ് ഇറ്റ്. ചാര പണിക്കൊന്നും എന്നെ കിട്ടൂല. വൃത്തിയേട് വല്ലതും കാണിച്ചാലേ ഒറ്റ മോളാണെന്നൊന്നും ഞാൻ വിചാരിക്കൂല.
ഉഫ്. എടി എടി അവളെ അവിടെ വഴിക്ക് വിട്. ഈ പ്രായം കഴിഞ്ഞല്ലേ നമ്മളും വന്നത്. നമ്മളെ വേദനിപ്പിക്കാൻ അവളും ആരുടെയും കൂടെ നിൽക്കില്ല. ആ പിന്നെ ആ എഞ്ചിനീയർ സാം വിളിച്ചാൽ നീ ഒന്ന് മാനേജ് ചെയ്തേക്കണം. അടുത്ത മാസം കടം തീർക്കാന്ന് പറയേ. മീറ്റിങ്ങിലാവുമ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ സ്കിപ്പ് ചെയ്യാണെന്ന് അയാൾ കരുതും. എന്നാ പിന്നെ നേരത്തെ വിളിച്ച് കാര്യം പറഞ്ഞൂടെ? ഏയ് ഞാൻ പറഞ്ഞ അയാൾ വിശ്വസിക്കില്ല. പണി നമുക്കിട്ട്. ആ വാ, വന്ന് ചായ കുടിക്കേ. ഓ വിലാസലീലേ, വിലാസലീലേ. സപ്ന, ജസ്റ്റ് മിനിറ്റ്, ഞാൻ വരുന്നു മമ്മി. ബൈ ഡാഡി. ബൈ മോളെ. നിനക്കും പോവായിരുന്നല്ലോ ഡാഡിയുടെ ഒപ്പം. അതങ്ങനെ എല്ലാത്തിനും ഒരു സാമട്ട. പിന്നെ നിന്നെപ്പോലെ അവളും പഠിച്ചു കയറി നടക്കാൻ പോകും. എൻ്റെ മോള് സാവധാനം വന്നാൽ മതി. ഞാൻ എന്ത് പറഞ്ഞാലും മോളുടെ സൈഡേ ഡാഡി നിൽക്കൂ. ഡാഡി പോട്ടെ മോളെ. അവളങ്ങനെ പലതും പറയും. ധൃതി പിടിച്ചോടണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഡാഡി, ആ ക്ലാസ് കഴിഞ്ഞ് കുട്ടികളുടെ ഒപ്പം ഞാൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകും. ആ ശിവാനിയുടെ ഗ്രാൻഡ് മേ കാണാൻ. അധികം ലേറ്റ് ആയല്ലേ? നിന്റെ മമ്മി ടെൻഷൻ അടിച്ച് മരിക്കും. അതൊക്കെ എല്ലാരും മനസ്സിലാക്കിയാ കൊള്ളാം. അതെനിക്കിട്ടാ. വാ, വന്ന് കഴിച്ചിട്ട് പോവാൻ നോക്ക്. വരാം വരാം. എല്ലാം ഒന്ന് മാനേജ് ചെയ്യേണ്ടേടാ പൊട്ട. എന്റെ മമ്മി സാധനം കട്ടിയാ. പോടാ വട്ടി. ഞാനങ്ങനെ പലതും പറയും. നമ്പർ ഇറക്കല്ല മോനെ. ഓക്കെ ഓക്കേടാ. സപ്ന, വന്നേരി. നീ എവിടെടാ? ഞാൻ സ്റ്റോപ്പിലെത്തി. അവനോട് പോയി പണി നോക്കാൻ പറ. കാത്തുകയറൊന്നും എന്നെ കിട്ടില്ലാട്ടോ. പിള്ളേരെങ്ങാൻ കണ്ട പെട്ടിന്റെ പണി കിട്ടും. ആ ശരി. അപ്പോഴേക്കും ഞാൻ ഈ യൂണിഫോം ഒന്ന് മാറ്റട്ടെ. വേണ്ട മോനെ, കളിക്കല്ലേ. എവിടെ പോവാൻ? ഞാൻ ആ കോടതിയുടെ മുമ്പിലെ കോംപ്ലക്സിലേക്ക് കയറും. വിവരമുള്ളവർ വിശാലമായ ടോയ്ലറ്റ് അല്ലേ കെട്ടിയിട്ടിരിക്കുന്നത്. 5 minutes. Yes, Swapna is going to fly like a free bird. എന്താടി ഇവിടെ കിടന്ന് കറങ്ങണത്? നീ ബൈക്കേറ്റി കൊല്ലാൻ വന്നാണോ? നീ ഏതോ ഫ്രീ ബേർഡായിട്ട് പറക്കാൻ പോണല്ലേ? അതിന് അപ്പൊ ആരെങ്കിലൊക്കെ കല്ലെടുത്തെറിഞ്ഞിരിക്കും. അതിനിത് കല്ലല്ലോ, നിന്റെ ശകടമല്ലേ. സർവ്വ ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് എൻ്റെ പൊന്നുമോള് അശുരായിട്ട് വണ്ടിയിലോട്ട് കയറിയട്ടെ. നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാവാം. വാ കേറടി പോന്നേ. സ്ഥലം വിടാം.
എന്താ നീ പറഞ്ഞ കാര്യം വല്ല നടക്കൂ? നമുക്ക് അങ്ങോട്ട് പോകാം. സമയമെടുക്കും. പോയി വരുമ്പോഴേക്കൊരു 7 മണിയെങ്കിലും ആവും. നിന്നെ ആ പാവം ഡാഡി മമ്മിയൊക്കെ ഉപേക്ഷിച്ചോ? ഞാൻ ആ ശിവാനിയുടെ ഗ്രാൻഡ്മയ്ക്ക് വെച്ചു ഇന്നത്തെ എക്സ്ക്യൂസ്. അല്ലെങ്കിൽ തന്നെ നീ ഉള്ളപ്പോൾ എനിക്കെന്തിനാ ഡാഡി മമ്മി? നിനക്കെന്നെ അത്ര വിശ്വാസം? പിന്നല്ലാണ്ട് എന്നെ എങ്ങാൻ കൈവിട്ടേച്ച് വേറെ പോക്കരിത്തരത്തിന് പോയാ മോനെ എന്റെ 16 അടി വരെ ഞാൻ കഴിക്കും. മതി മതി, അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട. നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്ന ഞാനൊന്നറിയട്ടെ, എന്നിട്ടാകാൻ ബാക്കി. അതെ, അധികം നേരം ഇവിടെ കാറ്റുകൊണ്ട് നിന്നാ നമ്മളങ്ങ് സമയത്തെത്തില്ല. വിടാം, സ്ഥലം വിടാം. അവിടെയല്ല എവിടെയായാലും സമയത്തെത്തിയില്ലെങ്കിൽ എന്താ കുഴപ്പം? എപ്പോഴും ഇങ്ങനെ ആവണം. ഇന്ന് നീ നോക്കിക്കോ, പകലിന് ഇത്തിരി നീളം കൂടുതലായി. എനിക്കിഷ്ടം രാത്രിയാ. എന്നെ എന്റെ മോൻ കുറെ കഷ്ടപ്പെടും. പോവാ, ഇവിടെ ഇനി കത്തി വെച്ചിരുന്ന നമ്മുടെ പ്ലാൻ പൊളിയും. പോവാ. കണ്ണി കണ്ടവന്മാരൊക്കെ ക്യാമറയായിട്ട് ഹോട്ട് ന്യൂസ് പേപ്പർ ഇറങ്ങണ നേരം. അവന്മാരിങ്ങ് വരട്ടെ. ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ടൊന്ന് സൊള്ളാൻ സമ്മതിക്കാത്ത അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ, അവന്മാർക്ക് എന്താന്നേ ശപ്പന്മാര്. ഇവിടെ ഒരുത്തന്നെ ശരിയല്ല. വാ പോവാ, നമുക്ക് നമ്മുടെ സ്വർഗഭൂമിയിലേക്ക് പോവാം. നിനക്കെന്തരീ വട്ടായ? പോടാ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോ അല്പം റൊമാൻറ്റിക് ആവണം. എവിടെ, നിനക്കതൊന്നും പറഞ്ഞിട്ടില്ല. കാശുള്ളൊരു തന്തയുണ്ടായിപ്പോയത് നിന്റെ ഭാഗ്യം. എന്നാവാ, നമുക്ക് മുന്തിരിത്തോപ്പുകളിലേക്ക് ചേക്കേറാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ സ്നേഹം തരും. കള്ളുഷാപ്പോ? എടാ, നീ ഇത് എന്ത് ഭാവിച്ചാ? ഞാനൊരു ജോക്ക് അടിച്ചാട്ടോ. നീ ഇങ്ങ ഇറങ്ങടി, കള്ളു കുടിക്കണ്ട. കള്ള് ഞാൻ അടിച്ചോളാം. നീ ഒരു കമ്പനി തന്നാ മതി. ഷാപ്പിലൊക്കെ അറിയൊരു സംഭവമാണ് ട്ടാ. ഇറങ്ങ്. നീയുള്ളപ്പോ എനിക്കെന്ത് നോക്കാനാ? ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പോലീസുകാരെങ്ങാൻ കൈ കാണിച്ചാ നിന്നെ കൊണ്ട് ഒതിച്ചൊതിച്ചൊരു പരിവാക്കും. ഞാൻ സ്കിപ്പാവേ. നിങ്ങൾ എവിടെന്നാ? കുറച്ച് ദൂരെ എന്നാ ചേട്ടാ. ഈ കാക്കായിച്ചിറയിലേക്കുള്ള വഴി ഏതാണ് ചേട്ടാ? പണ്ടൊരിക്കൽ വന്നതാ, മറന്നു. കാക്കാരിച്ചിറയിൽ ആരെ കാണാനാ? നിങ്ങളാരാ? ഞങ്ങളൊരു ചാനലിൽ നിന്നാ. കൊഞ്ച് കൃഷിയെക്കുറിച്ച് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി വന്നതാ. ചാവടി ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ചെന്ന് കയറുന്നത് ആ ചിറയിലേക്കാ, വാസുവിൻ്റെ ചിറ. വാസുവിൻ്റെ. എന്റെ ജീവനങ്ങ് പോയി. ആരാടെ ഈ സാധനം? ഏത് നാട്ടിൽ ചെന്നാലും ഒരാണിനും പെണ്ണിനും മനസ്സമാധാനത്തോടെ സ്വസ്ഥമായിട്ടൊന്നും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. വായി നോക്കി. സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്കിലൊരു കതര പൊട്ടി. അയാക്കട ഒരിടങ്ങേറ് കേസാ. എന്നാ പിന്നെ അധികം ഇങ്ങനെ കൊണ്ടാടിച്ചിരിക്കണ്ട, വലിച്ചു കയറ്റ്. മതി മതി.
ചേട്ടാ ഈ കാക്കാരിച്ചിറ മിശ്ര, മമ്മി കുറെ ആയിട്ട് വിളിക്കുന്നേ. പെട്ടെന്ന് പോവാം. ഇവിടെ എങ്ങായും കാണുന്നില്ലല്ലോ. ദേ ഇനി ചീറ്റ് എഴുതിട്ടോ. ഏയ് വെയിറ്റ്. എൻജോയ് ചെയ്യാൻ വരുമ്പോൾ അയ്യോ പത്തൊന്നും പറയരുത്. വാസു ഉണ്ടാവും. പണ്ടെങ്ങാണ്ടത്തൊരു ബന്ധവും പറഞ്ഞ് വാസുവിനെ തിരക്കി വന്നതാ. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നടക്കുന്നു. നീ അടങ്ങ്, ട്രൈ ചെയ്യാം. വാസുവിൻ്റെ കൊഞ്ചേറി ഒന്ന് കഴിക്കേണ്ടതാ മോളെ. കഴിച്ചത് തന്നെ. സമയം പോയി എൻ്റെ മട്ടുമാറൂട്ടോ. വാസോട്ടോ, വാസോട്ടോ, ഇയാള് വാസോട്ടോ. ഇയാളെന്ത് ഇവിടെ? ചേട്ടാ വാസോട്ടൻ ചത്തു. അല്ല, ഞാൻ കൊന്നു. നിനക്കെന്തെങ്കിലും കൂടുതലറിയാനുണ്ടാ? എന്റെ ചൂണ്ടയിൽ കുരുങ്ങിയ കൊഞ്ചിനെ ഞാൻ വെറുതെ വിടാറില്ല. ഒഞ്ഞിപ്പോടും അവിടെ മാറിക്കടാ. വിട്. ആരാ സ്റ്റീഫൻ? അയ്യോ പട്ടി വിടറോ സ്റ്റീഫ. സ്വപ്ന, അയ്യോ സ്വപ്ന. അയ്യോ മമ്മി. സ്വപ്നം, സ്വപ്നം, സ്വപ്നം. എഴുന്നേക്കണം. സ്വപ്നം.